പറിക്കരുത്. ഇത് ആയില്ല, ഇതോ ഒന്നും ആയിട്ടില്ല. അത് പൂ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ക്ലബ്ബിൽ പോകുന്ന വഴിക്കുള്ള കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതാണ്. ഇത് ഇന്നലെ വേരെണ്ണം പൊട്ടിച്ചിട്ട തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ഉണക്കിയിട്ടു. പൊട്ടിച്ച തേങ്ങയെല്ലാം ഒരു ഷീറ്റിലേക്കാണ് കേട്ടോ ഇടുക. ഇല്ലെങ്കിൽ ചെറിയ ചെറിയ പീസൊക്കെ ഉണ്ടാവില്ലേ, പിന്നെ പൊളിഞ്ഞതൊക്കെ, അതിലെല്ലാം മണ്ണാവും കേട്ടോ. അതുകൊണ്ടാണ് ഷീറ്റിലേക്ക് ഇടുന്നത്. നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല അത്യാവശ്യം നല്ല പൊരിയുന്ന വെയിലാണ്. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഇതാണ് കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് തേങ്ങ ഇങ്ങനെ കുത്തിയെടുക്കാൻ കേട്ടോ. അവിടെ പോയിട്ട് എന്താ സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നതെന്നല്ലേ. ഇത് മിക്കതും ഉണങ്ങിയിട്ടുണ്ടാവില്ല. അത്യാവശ്യം നല്ലോണം ഉണങ്ങിയത് മാത്രമേ നമുക്ക് പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റുള്ളൂ. ചിരട്ടയിൽ നിന്ന് വിട്ട് വരുന്ന ആ പാകമല്ലേ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് പൊളിച്ചെടുക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം നന്നായിട്ട് ഉണങ്ങിയിട്ട് പിറ്റേ ദിവസം പൊളിക്കുന്നതാണ് നല്ലത്. പക്ഷേ കൂടുതൽ ഉണങ്ങിയാലും ബുദ്ധിമുട്ടാട്ടോ. കൂടുതൽ ഉണങ്ങിയാലും നമുക്ക് കൊത്തിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. പിന്നെ നാളേക്ക് വെച്ചാൽ എല്ലാം കൂടി ആവുമ്പോൾ നമുക്ക് പൊളിച്ച് തീർക്കാൻ സാധിക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് ഉള്ളത് നമുക്ക് കൊത്തി പൊളിക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഓരോന്ന് എടുത്തുകൊണ്ട് പോയത്. ഏട്ടനുണ്ടെങ്കിൽ ഏട്ടൻ സഹായിക്കും കേട്ടോ. പക്ഷേ ഇപ്പം റോഡിൻ്റെ പണിയും പിന്നെ കുറച്ച് വേറെ തിരക്കുകളൊക്കെ ആയതുകൊണ്ടാണ് ഏട്ടൻ കൂടാത്തത്. അല്ലെങ്കിൽ ഏട്ടനും ഞാനും മത്സരമായിരിക്കും കേട്ടോ. എങ്ങനെയായാലും ഏട്ടൻ്റെ ഒപ്പം എത്താൻ നമുക്ക് പറ്റില്ല കേട്ടോ. എന്നാലും അടി ഉണ്ടാക്കും. ഞാനാ കൂടുതലാക്കിയെന്നൊക്കെ പറഞ്ഞ് വെറുതെ തല്ലി കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. തേങ്ങ പൊളിച്ചതൊക്കെ അപ്പം തന്നെ കൊണ്ട് ഉണക്കിയിടും കേട്ടോ. അപ്പോൾ അതിലൊരു തേങ്ങ എന്തോ ഒരു കളർ ചേഞ്ച് തോന്നിയപ്പോൾ ഞാനൊന്ന് എടുത്ത് നോക്കിയപ്പോൾ ഒരു ചെറിയൊരു മണമുണ്ട്. അപ്പോൾ പിന്നെ അത് മാറ്റിയിടാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളിപ്പോൾ വലുതായിട്ടല്ലേ കുത്തിയിട്ടത്, അപ്പോൾ 1-2 പീസായിട്ട് മുറിച്ചിട്ടു കേട്ടോ. അങ്ങനെ ആകുമ്പോൾ വേഗം ഉണങ്ങുമല്ലോ. പിന്നെ എന്താ പറയുക, വലിയ പീസ് ഉണ്ടാവില്ല, അത് ചിലപ്പോൾ പൂത്ത് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് നല്ലത് ഇങ്ങനെ മുറിച്ചിടുകയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. അങ്ങനെ വൈകുന്നേരമായി. ഇനിയിപ്പോൾ വൈകുന്നേരത്തെ പരിപാടിയൊക്കെ നോക്കണം. തീ കത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ വെക്കണം. അപ്പോഴാണ് അമ്പലത്ത് പിന്നെ തേങ്ങ മുട്ടാനൊക്കെ കൊണ്ടുപോകല്ലേ, അങ്ങനത്തെ തേങ്ങ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ഇടാമെന്നങ്ങ് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതും അടുക്കളയിൽ നിന്ന് തന്നെ അതൊക്കെ കുത്തി ഇളക്കി ഇട്ടു കേട്ടോ. പക്ഷേ ഇതിനേക്കാളും എളുപ്പം അതാണെന്നാണ് തോന്നുന്നത്. ഇത്തിരി എന്താ പറയുക, കടിച്ച് പിടിച്ച പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ വൈകുന്നേരം നമ്മുടെ റോഡ് പൊളിക്കുകയാണ് കേട്ടോ. അയ്യോ, സങ്കടം വരുന്നുണ്ട്. ഇതിപ്പോൾ റോഡ് പൊളിക്കാതിരുന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണെന്ന് അറിയോ, അവിടെ മണ്ണ് മൊത്തമായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി റോഡിലേക്ക് ഇറങ്ങണമെങ്കിലേ ഏണി വെച്ച് ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ റോഡ് കറക്റ്റായിട്ട് പിന്നെ നിരപ്പാക്കുകയാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അവിടെ റോഡിന് ടാറിടുമ്പോൾ നമുക്കും ഇടാമെന്ന് വിചാരിക്കുന്നു, നടക്കുമെന്നറിയില്ല.
ഇനിയിപ്പോൾ മക്കളെ കൂട്ടാൻ പോകണം. അപ്പോഴേക്കും ഞാൻ കുറച്ച് തുണി ഉണ്ടായിരുന്നു അലക്കാൻ കേട്ടോ. പക്ഷെ ഭയങ്കര പൊടിയാണ്. എന്നാലും അലക്കാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ. അതുകൊണ്ട് അതൊക്കെ അലക്കിയിട്ടു. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്.